Yep, that's me. You're probably wondering how I ended up in this situation. ഈ ഇരുന്ന് കരഞ്ഞു മെഴുകുന്ന കണ്ട നിങ്ങൾ ഓർക്കും എനിക്ക് തിന്നിട്ടെന്തോ പറ്റിയത്. സംഭവം 3-4 മാസത്തിന് ശേഷം നല്ലൊരു മന്തി തിന്നതിന്റെ സന്തോഷമുള്ള കേസ്. എനിക്കറിയത്തില്ല ഹൗ പീപ്പിൾ ഡോണ്ട് ലൈക്ക് മന്തി. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ മന്തി കഴിക്കും. ഈ മന്തി കഴിച്ച് കുറച്ച് പെപ്സിയും കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേനും ഒന്നിനെ പറ്റി ആലോചിക്കാനുള്ള ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് വാട്ട് ടു ഡു ഇൻ കോട്ടയം വെൻ യു ഹാവ് നത്തിങ് ടു ഡു. ഞാനും അനുവും കൂടെ ഷോപ്പിങ്ങിന് പോയതാണ്. തിരുവല്ല മഹാലക്ഷ്മി. ഈ മെറ്റീരിയലും സാരിയൊക്കെ എടുക്കാനാണെങ്കിൽ കോട്ടയത്ത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് മഹാലക്ഷ്മി. അനു പിന്നെ നാഗവല്ലിനെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ നമുക്ക് വേണ്ട സാധനമൊക്കെ തപ്പിയെടുത്ത് കൊച്ചു കൈ കൊണ്ട് തന്നോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് മടുപ്പൊക്കെ തുടങ്ങി. പിന്നെ എനിക്കും കൂടുതൽ ഡ്രസ്സാണല്ലോ കൊച്ചെടുക്കുക ഓർത്ത് ഞാൻ മിണ്ടാതെയിരുന്നു. സോ കമ്മിങ് ബാക്ക് ടു മന്തി കഥ. ഞാൻ കാലിക്കറ്റ് ഒരു 3-4 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഏത് കടയിൽ കയറിയാലും നല്ല മന്തി നമുക്ക് കിട്ടും. പക്ഷെ ഒരു വെക്കേഷന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അറിയാതെ ഞാനൊരു കടയിൽ കയറി മന്തി കഴിച്ചു. അതോടെ ഞാൻ തീരുമാനിച്ചു ഇനി മേല ഞാൻ ഇവിടെ നിന്ന് മന്തി കഴിക്കില്ലാന്ന്. പക്ഷെ സിറ്റുവേഷൻസ് ഡിമാൻഡ്സ് ചെയ്തപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കഴിക്കേണ്ടി വന്നു. അത് അൽറാസിന്നായിരുന്നു. ആൻഡ് എനിക്ക് കാലിക്കറ്റിലെ മന്തി കോട്ടയത്ത് കിട്ടി ഗൈസ്. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മടിയായതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പൊ കേറി കഴിച്ചു, സന്തോഷായി, മനസ്സ് നിറഞ്ഞു. ഇനി ഒന്നും വേണ്ട. നമ്മുടെ അകത്തോട്ട് കേറി ചെല്ലുമ്പോ തന്നെ ഉണ്ടല്ലോ എന്നാ മണമാണെന്നറിയാവോ. പിന്നെ ചെന്ന ഉടനെ കേറി ഒന്ന് കഴിക്കാന്നൊന്നും വിചാരിക്കണ്ട. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ട്. സോ മന്തി കഴിക്കാൻ വേണ്ടി നല്ല ക്രേവിങ്സ് അടിച്ചിരിക്കുകയാണെ ഇതൊരു നല്ല സ്പോട്ടാണ്. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.